വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പരിപാടിക്ക് ക്ഷണിച്ചതു മുതൽ തുടങ്ങിയ വിവാദം ഇന്നലെ കൂടുതൽ വഷളായിരുന്നു. മന്ത്രിമാർ വേദിയിൽ കയറുന്നതിന് മുൻപായി ബി.ജെ.പി അധ്യക്ഷൻ കയറിയിരുന്നത് മുഹമ്മദ് റിയാസ് ഇതിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെ രാജീവിനെതിരെ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. ഈ ട്രോളുകൾക്കും വിവാദങ്ങൾക്കും മറുപടിയുമായി ഇന്ന് രാജീവ് രംഗത്തുമെത്തിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പരിഹാസം. എത്ര വേണമെങ്കിലും ട്രോളിക്കോളും, ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു. മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. പക്ഷേ ഇത് വല്ലാത്തൊരു പ്രവർത്തകരെ കാണലായിപ്പോയി എന്നാണ് രാജീവിനോട് പൊതുജനത്തിന് പറയാനുള്ളത്. ശരിക്കും രാജീവ് അല്ല പൊതുജനത്തിനെ കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ എന്ന ബി.ജെ.പി പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനെ കണ്ട് ഇന്നലെ മുഴുവൻ പൊതുജനം മടുത്തു എന്ന് വേണം പറയാൻ. ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്ന് ചങ്ങല വലിച്ചു നിർത്താൻ പോലും കഴിയാത്ത വണ്ണം ബി.ജെ.പിക്കാരുടെ സമനില ട്രെയിൻ കയറി പോയി കഴിഞ്ഞു എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. കേരളത്തിൽ മാറ്റം വരുത്താൻ ബി.ജെ.പിക്ക് കഴിയൂ എന്നും ബി.ജെ.പിയെ അധികാരത്തിൽ എത്തിച്ചിട്ടേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകൂ എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. വിഴിഞ്ഞം ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രൊജക്ട് ആണ് എന്നും ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട് എന്നും വേദിയിൽ നേരത്തെ വന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമായി, മരുമകൻ ഡോക്ടറെ കാണട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. CPM-കാർ മുഴുവൻ ട്രോളുകയാണ്. ഈ പറഞ്ഞതും ശരിയാണ്. കേരളത്തിൽ ഇതുപോലെ ഒരു നാണം കെട്ട മാറ്റം വരുത്താൻ ബി.ജെ.പിക്ക് കഴിയൂ. പിന്നെ ബി.ജെ.പിയെ അധികാരത്തിൽ എത്തിച്ചിട്ടേ മടങ്ങിപ്പോവാനാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങിയത് നന്നായി. ഇനിയുള്ള കാലം തലസ്ഥാന നഗരിയിൽ തന്നെ സ്ഥിരമായി താമസിക്കാം. ശരിക്കും ഡോക്ടറെ കാണേണ്ടത് റിയാസ് ആണോ രാജീവ് ചന്ദ്രശേഖർ ആണോ എന്ന് ഇന്നലത്തെ വാർത്തകളും പൊതുജനത്തിന്റെ കമന്റുകളുമെങ്കിലും കുറഞ്ഞ പക്ഷം ഒന്ന് നോക്കിയാൽ സ്വയം ബോധ്യപ്പെടും. ഇന്നലത്തെ വീഡിയോകൾ സ്വയം ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് മാടമ്പള്ളിയിലെ മനോരോഗി ആരാണെന്ന് മനസ്സിലാകും. വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കാൻ കാരണം നരേന്ദ്രമോദിയാണ് എന്നും അവർക്കിനി എന്തും സങ്കടപ്പെടാനിരിക്കുന്നു, എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ, ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു, ആർക്ക് വേണമെങ്കിലും ട്രെയിനിൽ കയറാം, മരുമകന് വേണമെങ്കിലും ഈ ട്രെയിനിൽ കയറാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. താൻ നേരത്തെ വേദിയിൽ എത്തിയതാണ് ചിലർക്ക് വിഷമം. പ്രവർത്തകർ നേരത്തെ വരും, അവരെ കാണാനാണ് താൻ നേരത്തെ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വിട്ടതുപോലെയുള്ള ട്രെയിൻ ആണെങ്കിൽ ആ ട്രെയിനിൽ കയറുന്നതിലും ഭേദം ട്രെയിനിന് തലവെക്കുന്നതാണെന്ന് പറയാതെ വയ്യ. അതേസമയം രാജീവ് ചന്ദ്രശേഖർ അല്പത്തരം കാണിച്ചെന്നതും പിൻവാതിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇരിപ്പിടം തരപ്പെടുത്തിയതെന്നതും പരിഹസിച്ച് പലരും ഇതിനോടകം രംഗത്തെത്തി. മണിക്കൂറുകൾക്ക് മുൻപേ വേദിയിൽ വന്നിരുന്ന അദ്ദേഹം അവിടെ ഇരുന്ന് ബി.ജെ.പി പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തതും വലിയ പരിഹാസത്തോടെയാണ് പൊതുജനം ഏറ്റുകൊടുത്തിരിക്കുന്നത്. ഇത്രയും അപഹാസ്യനായ ഒരു ബി.ജെ.പി അധ്യക്ഷൻ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പൊതുജനം ഒന്നടങ്കം പറയുന്നത്.